ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത 1600-ലധികം ഹിന്ദുക്കളെയും 120 ബുദ്ധമതക്കാരെയും ബന്ദികളാക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്ത, വളരെ ഞെട്ടലോടെ മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു വാർത്ത. മ്യാൻമാറിലെ അരാഗൻ പ്രവിശ്യയിലാണ് ഈ 1600ഓളം വരുന്ന ഹിന്ദുക്കളെ ബന്ദികളാക്കിയിരിക്കുന്നത്. ഇവരുടെ വീടുകളെല്ലാം അഗ്നിക്കിരയാക്കി കഴിഞ്ഞിരിക്കുന്നു, വീടുകൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. 2017 സമാനമായൊരു സംഭവം മ്യാൻമാറിലെ റായ്ഖൈനിയിൽ ഉണ്ടായിരുന്നു. അന്ന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു, ഇതുപോലെ ബന്ദികളാക്കിയതിനു ശേഷം കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു. ഈ റോഹിംഗ്യ മുസ്ലിങ്ങളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ചേർന്നാണ് ഇപ്പോൾ ഇവരെ ബന്ദികളാക്കിയിരിക്കുന്നത്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. മതപരമായ വംശഹത്യ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ മ്യാൻമാറിൽ കഴിഞ്ഞ കുറേ കാലമായി പിടിമുറുക്കിയിരുന്നു. റോഹിംഗ്യ മുസ്ലിങ്ങളുടെ അഴിഞ്ഞാട്ടവും അക്രമവും കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനതയാണ് മ്യാൻമാറിൽ. അവിടെയാണ് ഈ ഹിന്ദുക്കളെ ഇപ്പോൾ ബന്ദികളാക്കിയിരിക്കുന്നത്. ഇവരെ കൂട്ടക്കൊല ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം. ഇവർക്ക് ജീവൻ രക്ഷിക്കണമെങ്കിൽ ഒരു പലായനം ആവശ്യമാണ്. പലായനത്തിന് പോലും കഴിയാത്തൊരു സാഹചര്യം. പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ, കാരണം ഇന്ത്യയുടെ 4 സംസ്ഥാന അതിർത്തികൾ മ്യാൻമാറുമായി പങ്കിടുന്നുണ്ട്. ഈ കഴിഞ്ഞ 11-ാം തീയതി 2 ഹിന്ദു യുവാക്കളെ ഇതുപോലെ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു സമൂഹത്തിനെ, ഒരു വിഭാഗത്തിനെ ബന്ദികളാക്കിക്കൊണ്ട് കൂട്ടക്കൊലയ്ക്കൊരുങ്ങുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, ഇല്ലെങ്കിൽ തീവ്ര ഭീകരന്മാർ എന്ന് തന്നെ പറയേണ്ടി വരും. റോഹിംഗ്യ മുസ്ലിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഭീകര സംഘടന അതിന് മുതിരുന്നു എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇതിനെതിരെ ഒരു പ്രതിഷേധം ലോകമെമ്പാടും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവരെ രക്ഷിക്കണം, ഇവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കണമെന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഇതിൽ ഇടപെടുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇല്ലെങ്കിൽ വരും മണിക്കൂറിൽ അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ടാകും. അങ്ങനെ അപ്ഡേറ്റ്സ് കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി ഇത് പങ്കുവെക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.